റവറൻഡ് ഡോക്ടർ ടി വത്സൻ എബ്രഹാം കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിച്ച് ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചല്ലോ, ആ നിമിഷം മുതൽ ഈ പന്തലിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി കർത്താവിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സെക്ഷനുകളിലെല്ലാം വലിയവനായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. വലിയവനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ഇവിടെ ഉയർത്തപ്പെട്ടു. ഈ പകലിലും ദൈവത്തിൻ്റെ നാമം ഈ പന്തലിൽ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. കർത്താവിൻ്റെ നാമം ഉയരട്ടെ. ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടണമെന്ന സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ യോഗം ഇന്ന് പകൽ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പന്തലിൽ വ്യാപരിക്കും. രോഗികൾ സൗഖ്യമാകും. ദൈവിക സാന്നിധ്യം കൊണ്ട് വിഷയത്തിന് പരിഹാരമുണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. നമുക്കൊന്നിച്ച് ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കൊയർ ഇപ്പോൾ പാടി ദൈവത്തിന് മഹത്വം നൽകും. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി പ്രഭാതനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ പ്രാർത്ഥനയോടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കരയറ്റാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ചേർന്ന് പടിയാട്ടെ ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി, കാൽവറി മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി. കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾ
പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേര് നമ്മുടെ കരങ്ങളെ അടിച്ചു പടിയതേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയായു നിൻ കൃപമതിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയായു നിൻ കൃപമതിയേ ആമേൻ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ ചേർന്ന് പറയട്ടെ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പാരിടമാതിയേ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ ഓ മരണദിനം വരുമളവിൽ അറിഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ ആമേൻ മരണദിനം വരുമളവിൽ അറിഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ ആമേൻ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ തിരുക്കരങ്ങൾ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ ആമേൻ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയായു നിൻ കൃപമതിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയായു നിൻ കൃപമതിയേ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം പുതുവന മുമ്പോട്ട് വന്ന് ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് ഈ പ്രഭാത ധ്യാനത്തോട് ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യപദവിക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ 101-ാം ഹല്ലേലൂയ കൺവെൻഷനോട് ബന്ധപ്പെട്ട് ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളോട് കാണിച്ച ദയയ്ക്കായി വിശ്വസ്തതയ്ക്കായി സ്തോത്രം.
അങ്ങ് ഞങ്ങളുടെ ദൈവമായി ദിനംതോറും ഞങ്ങളെ വഴി നടത്തുന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലായിരുന്ന ഞങ്ങളെ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരത്തിൽ വഹിച്ച് ദൈവം കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് അവിടങ്ങളായി സൂക്ഷിച്ച് പരിപാലിച്ച് ഈ പകലിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ അപ്പാ. നിന്റെ ദയയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ദൈവമേ അങ്ങ് ആക്കി വെച്ച എല്ലാ ദൈവജനത്തിനായും ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. മഹത്വമുള്ള അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി, മഹത്വമുള്ള അങ്ങയുടെ സാക്ഷ്യത്തിനായി ഈ ലോകത്ത്, ഈ ഭൂമിയിൽ അങ്ങ് ആക്കി വെച്ച ദൈവജനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർക്കായി സ്തോത്രം. ഈ കാലങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഹല്ലേലൂയ പാസ്റ്റർ വത്സൻ എബ്രഹാമിനെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യയെ കൊണ്ടുവന്ന നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, ഈ പകൽക്കാലം അങ്ങയുടെ മഹത്വമുള്ള കരം ഞങ്ങൾക്ക് വേണ്ടി ആഭരിക്കണം. ഈ പകലിൽ അങ്ങയുടെ വചനവുമായി ഞങ്ങളുടെ മധ്യേ നിൽക്കുന്ന അങ്ങയുടെ ഭൃത്യനെ ദൈവം ഞങ്ങളുടെ മധ്യേ ഉപയോഗിക്കണമേ. നിന്റെ ജനത്തിന് ശക്തമായ അങ്ങയുടെ ഹല്ലേലൂയ ശബ്ദം വെളിപ്പെടത്തക്കവണ്ണം നിന്റെ ഭൃത്യനെ ദൈവം ഉപയോഗിക്കണം. കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദമായി, വനങ്ങളുടെ തോലൊഴിക്കുന്ന ശബ്ദമായി, ഹല്ലേലൂയ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമായി അങ്ങ് ഞങ്ങളുടെ മധ്യേ വെളിപ്പെടാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ഭൃത്യനായി സ്തോത്രം. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ശുശ്രൂഷകൾ ആദ്യന്തം അങ്ങയുടെ സാന്നിധ്യവും കാവലും അങ്ങ് ചൊരിയണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം. ദൂരത്തു നിന്നും ചാരത്തു നിന്നും കർത്താവേ, ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന ദൈവജനത്തിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും സൂക്ഷിപ്പാൻ കരുതുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ അത്ഭുതകരം ഞങ്ങൾക്ക് വേണ്ടി ആവരിക്കണം. പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യതയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 101ാമത് ജനറൽ കൺവെൻഷനുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് ഈ പന്തലിൽ കൂടി വരുവാൻ കർത്താവ് അവസരം തന്നല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നൊരു പകലായി ഇത് മാറട്ടെ. ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുമ്പം, ഇന്ന് പകൽ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ഫിലിപ്പ് അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിൽ മുണ്ടിയപ്പള്ളി സ്വദേശിയാണ് കർത്താവിൻ്റെ ദാസൻ വർഗീസ് ഫിലിപ്പ് അവറുകൾ. അതോടൊപ്പം തന്നെ കർണാടക സ്റ്റേറ്റ് സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യ ബൈബിൾ കോളേജ് ഉൾപ്പെടെ സെമിനാരി ഉൾപ്പെടെ അനേക ബൈബിൾ സെമിനാരികളിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യാപകനോടാണ് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ഫിലിപ്പ് അവറുകൾ. അനേകരെ ക്രിസ്തുവിന് വേണ്ടി വാർത്തെടുക്കാൻ ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഇന്നത്തെ പകൽ ബൈബിൾ സ്റ്റഡിയിൽ ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ഇന്ന് പകൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കട്ടെ. വേദിയിലായിരിക്കുന്ന കോന്നി സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ സാങ്കുട്ടി ജോൺ ചിറ്റാർ അവറുകൾ, ഇന്നത്തെ ട്രാൻസ്ലേറ്റർ പാസ്റ്റർ സാബു തോമസ് ഗുജറാത്ത്, പാസ്റ്റർ സാം പുതുവന, പാസ്റ്റർ ഷിജോ, പാസ്റ്റർ ജിബു, പ്രിയമുള്ളവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വിഷയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമെന്ന ആ വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും കർത്താവിൻ്റെ ദാസൻ നമ്മോട് ഇന്ന് പകൽ ദൈവാനെ ശുശ്രൂഷിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വർഗീയ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയേ മതിയാകത്തുള്ളൂ. ആ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഈ പന്തലിലുള്ളത്. ഒരുവൻ്റെ കൂടെ സ്വർഗത്തിൽ ദൈവം എത്രത്തോളം കാലമുണ്ടോ ആ കാലം അത്രയും അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരുവൻ്റെ കൂടെ എത്രത്തോളം കാലം ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കുമോ
ആ സാന്നിധ്യമുള്ള കാലത്തോളം അവൻ അനുഗ്രഹിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്ക് അനുഗ്രഹിക്കും ചേട്ട്. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് പിൽപ്പവറുകൾ ട്രാൻസ്ലേറ്ററായി പ്രിയ സാവു പാസ്റ്ററും ഇരുവരെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമണെന്ന് കർത്താവ് സഹായിക്കും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की यदि महान नाम की महिमा हो. ഈ അനുഗ്രഹീതമായ ദിനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. इस अनुग्रहीत दिन के लिए मैं परमेश्वर को धन्यवाद देता. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ 101ാമത് ആനുവൽ കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ വത്സൻ എബ്രഹാം, ഡോക്ടർ ബേബി വർഗീസ്, മറ്റേ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. और इंडियन पेंटेकोस्टल कलीसिया की 101वीं इस एनुअल कन्वेंशन में मुझे आमंत्रण दिया हुआ इसका पदाधिकारी डॉक्टर वल्सन इब्राहिम, उसकी सचिव पास्टर बेबी वर्गीस, इन सारे पदाधिकारियों से मैं आभारी हूँ. കർണാടക സ്റ്റേറ്റിലെ ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. कर्नाटका स्टेट के अंदर जितना भी पासवान लोग हैं और कलीसिया है, उन सभी की अभिवादन मैं यहाँ पर देना चाहता हूँ. കർണാടക സ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. कर्नाटका स्टेट की जो कलीसिया की कार्य अच्छी तरह से आगे बढ़ रहा है. 1000-ൽ പരം ദൈവദാസന്മാർ കർണാടകയുടെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. 1000 से बढ़कर प्रभु की दास लोग वहीं पर कर्नाटक की अलग अलग क्षेत्रों में कार्य कर रहा है. പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമാണ്. അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. और कर्नाटका की कार्यों के लिए, उनकी सेवकाई के लिए आप लोगों की बहुमूल्य प्रार्थना की जरूरत है. उसकी मांग मैं कर रहा हूँ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവവചനത്തിന്റെ ടെക്സ്റ്റ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. और आज आपके सामने अध्ययन कराने के लिए मुझे दिया हुआ पाग ये है कि मत्ती की रची सुसमाचार उसकी 5वीं अध्याय उसके 7 से 12 तक का पद. ഗിരിപ്രഭാഷണമാണ് അതിന്റെ 2ാം ഭാഗമാണ് ഇന്ന് രാവിലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. यीशु मसीह की गिरी प्रवचन की दूसरी भाग आपको सिखाने के लिए मुझे दिया गया है. ഇതിന്റെ ആരംഭത്തെ 4 വാക്യങ്ങൾ ഗിരിപ്രഭാഷണത്തില് നമുക്ക് ദൈവസന്നിധാനത്തിൽ നമ്മുടെ പൊസിഷനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു. और पहली 4 कलम हमारी जो स्थान है उसके बारे में वो प्रस्तुत कर रहा है. 2ാം ഭാഗം പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് എന്നുള്ള വിഷയമാണ്. और दूसरी भाग और जिस पर भार दे रहा है वो जो हमारी संबंधों के बीच में നാം എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അതിലാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ. और हम दूसरे के साथ में किस तरह की संबंध को बनाए रखना है उसके ऊपर वो बोझ दे रहा है, भार दे रहा है. യഹൂദ ജനം അവരെ സംബന്ധിച്ച് പല നിയമങ്ങളും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച് അവരുടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ അവർ പറയുന്ന സ്വഭാവങ്ങളൊക്കെ വെളിപ്പെടുത്തി ഉള്ള ഒരു ബന്ധമാണ് അവർ പറയുന്നത്. और यहूदियों की जीवन में हम देखिए तो उनकी जो परंपरा की आधारित है और उनकी बाकी कार्यों की आधारित उनकी संबंधों के बारे में कह रहा है. അവർ അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചില പ്രമാണങ്ങൾ പ്രമാണിച്ചാൽ അവർക്ക് നിത്യജീവൻ പ്രാപിക്കാന്നുള്ളതാണ്. उन्होंने इस पर विश्वास करते हैं और उनको दिया हुआ नियमों को पालन करने से उनको अनंत जीवन पा सकता है. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് വലിയ മാറ്റമില്ലെങ്കിലും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് മതി എന്നുള്ളതാണ്. और दूसरी बात यह है कि उनकी स्वभाव में कुछ भी हो लेकिन उनको दिया हुआ नियम को पालन करने से उसको वो हासिल कर सकता है. അവർ കൊണ്ടുവന്ന പ്രമാണങ്ങളൊക്കെ ജനത്തിന് വലിയ ഭാരമായി തീരുവാനിടയായി തീർന്നു. उन्होंने जो नियमों को लेकर आया था उस नियम दूसरों के लिए बहुत बोझ बढ़ चुका है.
ജനത്തിന് ഭാരമായി തീർന്നത് കൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ അടുത്ത് കടന്നു വന്നിട്ട് നിത്യജീവനെ പ്രാപിക്കേണ്ട ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. और उनको मिला हुआ नियम उनको आचरण करने के लिए कठिनाई होने के कारण यीशु के पास उन्होंने ये सवाल पूछा कि हम अनंत जीवन पाने के लिए हम क्या करें. അവർ പ്രമാണിക്കുന്ന പ്രമാണങ്ങൾ കൊണ്ട് അവർക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ധാരണ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. उन्हें ये पता चला कि उन्होंने जो नियम को आचरण कर रहा है उसकी द्वारा उनको अनंत जीवन पाना नामुमकिन है. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഗിരിപ്രഭാഷണം അതേ കർത്താവ് പറയുന്നത്. और उनकी पृष्ठभूमि में यीशु मसीह यहाँ पर गिरि प्रवचन कर रहा है. കർത്താവ് പറയുന്ന ആ പ്രഭാഷണത്തിന്റെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം ആണ് നമ്മുടെ അത് കോണ്ടക്റ്റിനെ നിയന്ത്രിക്കേണ്ടത്. और यीशु मसीह का जो कहने का निचोड़ यानी संक्षिप्त यह है कि हमारा स्वभाव ही हमारी अनंतता को पक्का करता है. നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുവാനായിട്ട് ഇടയായത്. और हमारा स्वभाव हमारी आचरण को नियंत्रण करता है. അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. उस तरह से हमारा स्वभाव उसको जो नियंत्रण करते हैं तो ही हमें अनंत जीवन पा सकता है. കർത്താവ് അനുഗ്രഹം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ജീവിതത്തിന്റെ മാറ്റത്തിന് അത് കാരണമായി തീരുന്നതാണ്. और यीशु मसीह यहाँ पर जो अनुग्रह पाने का रास्ता ये जो हम बता रहा है वो हमारा जीवन शैली को बदलने से संबंधित है. അത് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഇതിനകത്തുള്ളത്. और उसकी अनंतदास में जो मिलने वाला एक खुशी के बारे में यहाँ पर बताता ഒരു ഭാഗ്യകരമായ അവസ്ഥ ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട്. और वो एक सौभाग्य अवस्था है. ഈ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. और इस अनुग्रह को हासिल करने के लिए हमारी स्वभाव में बदलाव लाना जरूरी है. നമ്മൾ നേരിടുന്ന വലിയ ക്രൈസിസുകളുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ. और हमारा जीवन की यात्रा में हम कई मुश्किलों को सामना करना पड़ता है. Especially related to our relationship with others. और हम खास तौर पर हमारा दूसरों के साथ में जो संबंध है उनकी बीच में ऐसी परेशानियां आता है. ചിലപ്പോൾ വളരെ ക്രൂവലായിട്ടുള്ളവരുമായിട്ട് നമുക്ക് അത് സംവാദിക്കേണ്ടതായിട്ട് വരുന്നു. हो सकता है कुछ समय पर हमें बड़े क्रूर व्यक्तियों के साथ संबंध बनाए रखना पड़ता है. അങ്ങനെയുള്ളവരുമായിട്ട് എങ്ങനെ നാം ബിഹേവ് ചെയ്യാനായിട്ട് ഇടയായി തീരണം. और उस ऐसी लोगों के साथ हम किस तरह से व्यवहार कर सकता है. മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുമായിട്ട് നാം ഇടപെടേണ്ട സാഹചര്യങ്ങൾ और हो सकता है कुछ अन्य क्षणों पर ऐसी परिस्थिति आ जाता है कभी क्षमा नहीं करता है, ऐसी लोगों से व्यवहार करना पड़ता है. അവരുമായിട്ട് എങ്ങനെ നാം ബിഹേവ് ചെയ്യാനായിട്ട് ഇടയായി और തീരണം. किस तरह से उन व्यक्तियों के साथ हम व्यवहार कर सकता है. നമ്മുടെ അനുഗ്രഹത്തെ തടസ്സമായ രീതിയിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകളുണ്ട്. और हमारी अनुग्रहों की रुकावट डालने वाला हमारी दूसरा व्यक्तियों के साथ हमारा संबंध होता है. നാം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. और हमारा जीवन में कई सत्तावनी की बीच में से सत्तावटों की बीच में से गुजरना पड़ता है. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ നാം അവരുമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. और ऐसी परिस्थितियों में हम उनके साथ किस तरह से व्यवहार या आचरण करेंगे. ഇവിടെ ഈ ഗിരിപ്രഭാഷണത്തിന് 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ और गिरि प्रवचन में हम आइए उसकी 7वीं आयत हम देखिए. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. यहाँ लिखा है धन्य है वे जो दयावान है क्योंकि उन पर दया की जाएगी. ഇവിടെ കരുണയെ കുറിച്ച് പറയുകയാണ്. यहाँ पर दया के बारे में बता रहा ഈ है. കരുണ എന്ന് പറയുന്ന ഒരു അൺമെറിറ്റഡ് ഫേവർ ആണ്. ഒരിക്കലും നമുക്ക് അത് അർഹതയില്ലാത്ത ചില നന്മകളാണ്. हमें मिला हुआ जो करुणा है वो हम उसका लायक नहीं था, हमारा लायक से बढ़कर हमें हम पर दिया है गया है. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എങ്ങനെയാണ് അവരുമായിട്ട് ഡീൽ ചെയ്യേണ്ടത്? ऐसी परिस्थितियों में हम ऐसी लोगों से किस तरह से व्यवहार को बनाए നാം रखें. അവരുമായിട്ട് കരുണയോടെ അത് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കരുണ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. और ऐसी लोगों के साथ अगर हम दया करें तो ही हम पर भी दया की जाएंगी. നമുക്ക് കരുണയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന കരുണയ്ക്ക് അനുസരിച്ച് മറ്റുള്ളവരോട് കരുണയോടെ ബിഹേവ് ചെയ്യാനായിട്ട് ഇടയായി തീരണം. और हमें मिला हुआ करुणा के अनुसार हम दूसरा के ऊपर भी दया कर सकता है. നാം കരുണ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു താണ നിലവാരത്തെ അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയുള്ള വിഷയമായിരിക്കാം. और जब हम दया के बारे में सोचता है तब हम ऐसे होता
होता है जो आर्थिक कुछ सहयोग करे, आर्थिक मदद करे, जो नीचे लोगों को हाथ पकड़कर ऊंचे लाए। എന്നാൽ ഒരു കരുണയ്ക്കും അർഹതയില്ലാത്തവരോട് ഇങ്ങനെ നാം കരുണ കാണിക്കാനിടയായി. और यहाँ पर ऐसी मतलब यह है जो जिसका लायक या खूबी नहीं है, ऐसी लोगों से हम किस तरह से दया से व्यवहार कर सकते हैं। നമുക്കറിയാം കരുണയ്ക്ക് വേണ്ടി അത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. और हम जानते हैं दया हर्जी को समर्पित करके प्रेसिडेंट के पास जाते हैं। എപെക്സ് കോർട്ട് പറയുകയാണ് ആളിനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഒരു കരുണ ഹർജി കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. और सबसे ऊंचे अदालत जिस व्यक्तियों को फांसी पर चढ़ाया जाए ऐसे उसको शिक्षा देते हैं, तो उनका दया हर्जी समर्पित करने के लिए प्रेसिडेंट के पास जा सकता है। അപ്പോൾ കോടതി വിധി എന്ത് തന്നെ ആയിരുന്നു അതിനപ്പുറത്തേക്ക് ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് പ്രസിഡന്റ്. और उच्च न्यायालय की जो जिसी भी हो उसकी जो नियम चुकाया गया हो और उसकी ऊपर भी दया करने का हकदार है हमारा भारत की प्रेसिडेंट। ദോഷം ചെയ്തുവെങ്കിലും വളരെ ദയയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതാണ് കരുണ കാണിക്കുക എന്ന് പറയുന്നത്. और हमारे जीवन में भले तो मुसीबत है, भले उसने दोषयिक रीति से व्यवहार किया है, फिर भी उनके ऊपर दया करके उसको छुड़ा सकता है। ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ ഞങ്ങൾ കടന്നു വന്നു. പുറത്ത് നിൽക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റുമായിട്ട് ചിലർ അവിടെ കടന്നു വന്നു. और कल हमने कोच्चि हवाई जहाज में से कोच्चि में उतरा तो वहां पर हवाई अड्डे पर कुछ लोग लॉटरी लेकर आए। നമ്മുടെ ഭാഗ്യം ആ ലോട്ടറി ടിക്കറ്റിലാണെന്ന് അവർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. और उन्होंने ऐसी कोशिश कर रहा है कि तुम्हारा भाग्य है तो ये लॉटरी ले लीजिए। ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കർത്താവിനെ ലഭിച്ചു എന്നുള്ളതാണ്. और इस दुनिया की सबसे बड़ा हमारा धन्यता यह है कि हमें यीशु मसीह मिला है। ഇവർ വളരെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു. और उन्होंने बहुत कोशिशों की बावजूद आखिरी में इस तरह से कहा, ഞങ്ങളോട് അല്പം കരുണ കാണിച്ച് ഞങ്ങളെ സഹായിച്ചുകൂടെ. उन्होंने इस तरह से कहा, थोड़ा तो दया करो, हमें मदद करो। ഇല്ല, എനിക്ക് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു. मैंने कहा कि मुझे टिकट नहीं കുറച്ച് चाहिए। കഴിഞ്ഞപ്പോൾ വേറൊരാളും അതുപോലെ തന്നെ വന്നു. और थोड़ा समय के बाद दूसरा जन भी आया। അവരും പറയുന്നത് ഞങ്ങളോട് അല്പം കരുണ കാണിച്ചുകൂടെ. और वो व्यक्ति भी ये कह रहा है थोड़ा तो दया तो करो। ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ആണ് ഒരു ടിക്കറ്റിനകത്ത് നിന്ന് കിട്ടുന്നത്? मैंने उन्होंने इस तरह से पूछा कितना आपकी नफा मिलता है एक टिकट बेचने से? അവരൊരു എമൗണ്ട് പറഞ്ഞു. उन्होंने एक रकम बताया। ഞാൻ രണ്ടുപേർക്കും വിളിച്ച് ഓരോ ടിക്കറ്റിന്റെ അവർക്ക് പ്രോഫിറ്റ് ഞാൻ അവർ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ടിക്കറ്റ് വേണ്ട, നിങ്ങൾ പ്രോഫിറ്റ് എടുത്തോളാം. मैंने दोनों को बुला करके उनको जो नफा जो मिलता है तो बेचेगा तो वो नफा मैंने देने के बाद कहा मुझे वो टिकट नहीं चाहिए। ഇതൊരു കരുണയുടെ പ്രവൃത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്തു മാത്രം. और अगर पूछिए तो एक दया का कार्य है क्या? मैं थोड़ा सा एक अच्छा काम किया। എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അപ്പുറത്തേക്ക് ചില കാര്യങ്ങളാണ്. लेकिन मेरा यीशु मसीह जो सोचता है यहाँ कहता है उससे बढ़कर उसके पार करके कुछ करना നമ്മുടെ है। ദൈവ കരുണാസമ്പന്നനായ ദൈവമാണ്. हमारा परमेश्वर दया में धनी परमेश्वर നമ്മുടെ है। പിതാവ് കരുണയുള്ള പിതാവാണ്. हमारा पिता करुणालु है നമ്മുടെ മനസ്സലിവുള്ള പിതാവാണ്. और हम पर जो दया करने वाला एक पिता നമ്മുടെ है। കർത്താവ് അത് കരുണയുള്ള അത് പുരോഹിതനാണ്, ശ്രേഷ്ഠ പുരോഹിതനാണ്. हमारा जो महायाजक है हम पर तरस खाने वाला महायाजक है। പരിശുദ്ധാത്മാവ് അപ്രകാരം തന്നെ കരുണ ചെയ്യുവാനുള്ള വരം നൽകുന്നതാണ്. और पवित्र आत्मा भी हमें दया करने के लिए दूसरे के ऊपर दया करने के लिए वरदान देते हैं। ത്രിയേക ദൈവം അത് കരുണയുള്ള ദൈവമാണ്. त्रिएक परमेश्वर दयावंत परमेश्वर है। രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദില് ആ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുകയാണ്. और उद्धार पाए हुए हर एक मसीही जन उसका सहभागी हो जाता है। We are the partakers of the divine nature. और परमेश्वर की उनकी दिव्य स्वभाव का हम भागीदार बन जाते അപ്പോൾ हैं। നാം അതിന്റെ പങ്കാളികളായി തീരുമ്പോൾ നമ്മൾ അത് പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. जब हम उसकी सहभागी होता है तो हमारा जीवन में भी हम उसको प्रदर्शित करना ही है। നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകിയാൽ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ. जिस तरह से तुम्हारा पिता दयावंत है तुम भी उस तरह से दयालु हो। നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ മനസ്സലിവ് വെളിപ്പെടുത്തി റിഫ്ലക്ട് ചെയ്യാനിടയായി തീരണം. और हमारा जीवन जिंदगी की हर एक क्षेत्र पर इस तरह की दया को हम दर्शाना ही होगा। നമ്മോട് ക്രൂരമായി അല്ലെങ്കിൽ ദയയില്ലാതെ പെരുമാറുന്നവരുടെ അടുത്തും ദയോടെ നമുക്ക് പെരുമാറുവാനായിട്ട് കഴിയണം. भले हमारी सामने निर्दयता से जो व्यक्ति व्यवहार करते हैं उनकी ऊपर भी हम
दया दिखाना जरूरी ഈ है। കരുണയ്ക്കകത്ത് ഉൾക്കൊള്ളുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നാണ് steadfast love എന്ന് പറയുന്നത്. और जो दया के अंदर जो उनकी अंदर एक बड़ी बात यह है कि हमारा सचमुच प्रेम, അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് forgiveness എന്ന് പറയുന്നത്. और उसकी अंदर दूसरा दया के अंदर शामिल होने वाला दूसरी बड़ी मुद्दा है हम क्षमा किया जाना। നമ്മോട് ക്രൂരമായി പെരുമാറുന്നവരോട് നമുക്കൊരു സിമ്പതി ഉണ്ടായിരിക്കണം. और हमारे ऊपर जो निर्दयता से जो करते हैं और उसके ऊपर भी हम एक सिंपति दिखाना है, അവരോട് ഒരു എമ്പതി ഉണ്ടായിരിക്കണം, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. और उनके ऊपर हमारी एक मन दीनता से व्यवहार करना चाहिए, അവരോട് ഒരു ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കണം. और उनके ऊपर क्षमा करने का एक हृदय हमें ഈ चाहिए। ക്ഷമയുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല നന്മകളും നമുക്ക് നഷ്ടമാവാനിടയായി. अगर हमारा जीवन में क्षमा करने का मन ना हो, हमारा जीवन से कई बात हम खो देना पड़ेगा। We need a forgiving mind and heart to deal with the issues of that kind. वो और हमारा जीवन में इस तरह की जो परिस्थितियां हमारा जीवन में आता है, हम उनको दया के साथ हम व्यवहार करना है। എവിടെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത വിഷയമുണ്ടോ അവിടെ നാം ബന്ധിക്കപ്പെടുവാനിടയായി തീരുകയാണ്. जहां हमारे जीवन में क्षमा नहीं कर सकता है, हमारा जीवन में वहीं पर हम एक बंधन में आ जाता है। Unforgiving spirit is the point of demonic intrusions in the lives of people. वो और हमारी जो क्षमा नहीं करते हैं ऐसी व्यक्ति और दूसरा की जीवन में कुछ परेशानियां उनकी तो नुकसान में पहुंच जाते हैं। ഒരിക്കൽ ഒരു സഹോദരൻ കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, और एक व्यक्ति ने एक बार आकर के इस तरह से कहा, പാസ്റ്ററെ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ തിരുവത്താഴത്തിൽ സംബന്ധിച്ചിട്ടില്ല. और पिछले 3 महीने से मैंने जो प्रभु भोज में भाग नहीं लिया है। തിരുവത്താഴത്തോട് ബന്ധത്തിൽ പാസ്റ്റർ നൽകിയ മെസ്സേജ് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. और प्रभु भोज के बारे में आपने दिया हुआ उसी संदेश मेरा हृदय को छू लिया है। എനിക്ക് 3 മാസമായിട്ട് തിരുവത്താഴത്തിൽ എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. और पिछले 3 महीना से मैंने जो प्रभु भोज में रोटी में वो भाग नहीं ले सका। എനിക്കൊരു വ്യക്തിയുമായിട്ട് അല്പ പ്രയാസമുണ്ട്. और एक व्यक्ति के साथ मुझे उनका ठीक नहीं है ആ हमारा व्यवहार। പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. और वो समस्या को अभी तक मुझे हल नहीं ഞാൻ कर എന്ത് पाया। ചെയ്യണം? मैं क्या करूं? ഞാൻ പറഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ഡോറിൽ മുട്ടുവാൻ പറഞ്ഞു. और मैंने कहा था उनके सामने जाओ, അദ്ദേഹത്തിന്റെ ഡോറിൽ മുട്ടി ഡോർ തുറന്നു കൊടുത്തില്ല. और उनकी दरवाजा खटखटाया लेकिन दरवाजा नहीं വീണ്ടും खोला। അദ്ദേഹം വിഷയമായിട്ട് കടന്നു വന്നു. और वो समस्या लेकर के मेरा पास आया, താൻ ഡോറിൽ മുട്ടി ഡോർ തുറന്നു കൊടുത്തില്ല. और उन्होंने दरवाजा पर दस्तक दिया लेकिन वो खोला नहीं। അടുത്ത സ്റ്റെപ്പ് സ്വർഗത്തിന്റെ ഡോറിൽ മുട്ടുവാൻ പറഞ്ഞു. और मैंने कहा कि दूसरा अपने स्वर्ग की द्वार पर उसको खटखटाइए। തന്റെ വിഷയങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചു. और उनकी सारे समस्या परमेश्वर के सामने उतार कर रखा। ഞാൻ പറഞ്ഞു നിങ്ങൾ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാവാൻ പറഞ്ഞു. और उसके बाद मैंने कहा कि प्रभु भोज में परमेश्वर की मेज में आप भाग लीजिए। തനിക്ക് പ്രയാസമുള്ള വ്യക്തിയോട് ചില മാസങ്ങൾക്ക് ശേഷം ദൈവം ഇടപെടുവാൻ തുടങ്ങി. और उनका जिस व्यक्ति उसके ऊपर विरोध में थे उस व्यक्ति के साथ में परमेश्वर ने व्यवहार करने लगा। അദ്ദേഹത്തിന്റെ ബിസിനസിനെ കാര്യമായി ബാധിച്ചു. और पर उनका जो धंधा में कुछ नुकसान आने लगा, കുടുംബത്തെ കാര്യമായി ബാധിച്ചു. उनके परिवार में परेशानी आने വലിയ लगा, പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ और बड़े मुश्किलों में वो आ पहुंचा। അത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. उस व्यक्ति उपवास और प्रार्थना करना शुरू ജീവിതത്തിൽ कर- ക്രമീകരിക്കാതെ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും സക്സസ് ആയി തീരുകയില്ല. और हमारा जीवन में जहां पर मरम्मत करना है वहां पर मरम्मत किया बिना उपवास और प्रार्थना की अर्थ नहीं അതിലൊന്നും നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. उसके द्वारा हम अनुग्रह हासिल नहीं कर सकता അദ്ദേഹത്തിന് है। വലിയ കുറ്റബോധമുണ്ടായി. और उनके जीवन में मन में बहुत बड़ा गलती की एहसास होने തന്റെ लगा। കൂട്ട സഹോദരന്മാർ നിരപ്പാകണം എന്നുള്ള ചിന്ത കടന്നു വന്നു. और उनकी मन में ऐसी विचार आ गया कि उनकी जो भाई से मेल मिलाप होना है। അതുവരെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ അത് തടസ്സപ്പെട്ട് ഭാവി അടയപ്പെട്ടിരിക്കുന്ന തന്റെ കൂട്ട സഹോദരനുമായിട്ട് നിരപ്പാകുവാനിടയായി തീർന്നു. और जिसके साथ में कोई व्यवहार नहीं है, कोई संबंध नहीं है, उस भाई के साथ जाकर के उसका मेल मिलाप हो गया। അദ്ദേഹം അതിനുശേഷം പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. और उसके बाद उन्होंने संपूर्ण तौर पर परमेश्वर की सेवकाई के लिए उनका जीवन को समर्पित किया। ആരുമായിട്ട് പ്രശ്നമുണ്ടായിരുന്ന ആ വ്യക്തി അദ്ദേഹത്തെ ദീർഘ വർഷങ്ങളായിട്ട് ശുശ്രൂഷയിലെ സാമ്പത്തിക സഹായം ചെയ്യുവാൻ തുടങ്ങി. और जिस व्यक्ति उनके ऊपर विरोध में थे, जो उस व्यक्ति उनको लगातार बदल कर उनको मदद सेवकाई के लिए मदद करने आरंभ किया। ഫർഗിവിംഗ് സ്പിരിറ്റിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുവാൻ രണ്ടു കൂട്ടർക്ക് ലഭിക്കേണ്ടതായി തീർന്നു. Praise the Lord, क्षमा करने वाले आत्मा की द्वारा दोनों को बड़ी आशीष उनका जीवन में मिलने का सहायता किया है। നാം
അപ്രകാരം കരുണ കാണിക്കുന്നവരാണെങ്കിൽ अगर हम दूसरा के ऊपर भी करुणा दिखाने वाला हो നമുക്കൊരു ഫർഗിവിംഗ് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. और हमें उसके लिए हमें एक क्षमा करने का मन होना जरूरी है. നാം സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടൊന്നും നാം സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. और मैं ये कहना चाहता हूं, अगर हम क्षमा करने की बजाय हम दूसरे को आर्थिक मदद करने से स्वर्ग में नहीं गए. എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഈസ് എസെൻഷ്യൽ. और हमारा जीवन की अंदरूनी परिवर्तन बहुत जरूरी है. അതിൽ മേലാണ് അനുഗ്രഹം നമുക്ക് വേണ്ടി और ഒരുക്കപ്പെട്ടിരിക്കുന്നത്. उसकी ऊपर ही परमेश्वर की अनुग्रह हमारी ऊपर मालामाल किया जाता है. ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. ऐसा है तो ही हम हिम्मत के साथ परमेश्वर के सामने खड़ा हो ഈ सकते हैं. ഫർഗിവിംഗ് സ്പിരിറ്റ് മുഖാന്തരമായിട്ട് തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി और हमारे अंदर दूसरा के ऊपर क्षमा करने का मन हो, वो आत्मा हो, हमारा पीढ़ी भी आशीषित जरूर हो पाएगी. ഫർഗിവിംഗ് സ്പിരിറ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരായി തീരുവാനായിട്ട് ഇടയായി. हम दूसरे के ऊपर क्षमा नहीं किया जाता है तो हमारा जीवन में उसकी अनुग्रह की बदले श्राप हमारा जीवन में आ सकता है. അപ്പോൾ ഈ ആദ്യത്തെ ഈ ഗിരിപ്രഭാഷത്തിൽ പറയുന്ന കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. और पहली पद में ऐसा लिखा है, जो धन्य है वे जो दयावन है उसके ऊपर दया की जाएगी. അപ്പൊ നമുക്ക് കരുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം ഫർഗിവിംഗ് സ്പിരിറ്റില് നാം അത് മുൻപോട്ട് പോകേണ്ടതായി. अगर हमारे जीवन में दया या करुणा मिलना है तो हमारा जीवन में दूसरा से क्षमा करने का एक कच्चा हृदय हमारा जीवन में चाहिए. അടുത്ത വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, और उसकी दूसरी पद इस तरह से पढ़ते हैं, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, धन्य है वे जिनके मन शुद्ध है അവർ ദൈവത്തെ കാണും. वे परमेश्वर को देखेंगे. നമ്മുടെ ഹൃദയത്തിന്റെ ആ ശുദ്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. और दूसरी मुद्दा यह है कि हमारा हृदय की पवित्रताई यानी शुद्धता होना. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ വളരെ അശുദ്ധി നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ്. और हम जहाँ रहते हैं हमारे चारों तरफ मलिनता से भरा हुआ एक वातावरण है. നമ്മുടെ ഹൃദയം എപ്പോഴും അത് ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തരണം. और हमारा हृदय हमेशा शुद्ध होना जरूरी है. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഖഥാറിസിസ് എന്ന വാക്കാണ്. और खारिस जो ഖഥാറിസിസ് എന്ന വാക്കാണ്. कैथारिसिस जो शब्द वहीं पर उसके लिए इस्तेमाल किया നമ്മുടെ गया. എല്ലാ ദോഷങ്ങളും നീക്കിക്കളയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അത് പറയുന്നത്. और हमारा जिंदगी की हर एक दोष की वाद्य कार्य है वो मलिनता को हटाना. ഒരു മെറ്റലിനകത്തും കാർബൺ കണ്ടന്റ് മാറ്റുമ്പോൾ അത് ശുദ്ധീകരിച്ചു വരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീരണം. वो और जिस तरह से जो लोहे का जो गिला करते हैं तो उस तरफ से जो अपवित्रता बाहर निकलता है उस तरह से हमारा हृदय को पवित्र करना है. അതിന് ലാറ്റിൻ വേർഡ് നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ശിക്ഷയിൽ കൂടെ നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതായി തീരണം. और उसकी लतीनी शब्द को हम समझने के लिए कोशिश करें कि वहां पर ऐसा है, एक शुद्धि प्रक्रिया के द्वारा वहां हम पवित्र बना जाता है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. अगर हमारा जीवन में पवित्रताई है तो ही हम अनुग्रह हासिल कर सकता है. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പൊസിഷനിൽ നമുക്കൊരു ശുദ്ധീകരണം കർത്താവ് തരുന്നുണ്ട്. जब हम उद्धार के अनुभव में आता है तो हमारा स्थानिक तौर पर हम एक पवित्र किया जाता है. പ്രാക്ടിക്കൽ ലൈഫിൽ ആ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. लेकिन हमारा हर दिन की व्यवहारिक जीवन में हम पवित्र होने के लिए अपने आप को समर्पित करना जरूरी है. നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്. हमारी जिंदगी को अपवित्र करने वाला सबसे बड़ी बात यह है, उसमें एक भाग हमारा चिंता में होते हैं. നമ്മുടെ മെന്റാലിറ്റിയെ നാം ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. और हमारी मानसिकता को हम पवित्र कराना है. നമ്മുടെ ഇമാജിനേഷനെ നാം ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. हमारा चिंताओं को भावनाओं को हम उसको पवित्र बनाना है. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കുവാൻ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമാജിനേഷനെയും നാം ശുദ്ധീകരിക്കേണ്ടത് जिस ആവശ്യമാണ്. तरह से नोहा की समय पर आप पहुंचा उस तरह से परेशानियां ना हो उसके लिए हमारा सारे कल्पनाओं को हमारा चिंताओं को हम पवित्र बनाना है. അവരുടെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും വളരെ ദോഷമുള്ളതായിരുന്നു. और उनके बारे में इस तरह से लिखा है, उनके सारे मन विचार गलत था. അവർക്ക് ജാഗ്രതയോടെ അവരുടെ ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ കഴിഞ്ഞില്ല. और उनको जो जागृता पूर्वक उनका हृदय को रखवाली न कर पाया. അതുകൊണ്ട് തന്നെ ആ തലമുറയുടെ കുടുംബങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനായിട്ട് ഇടയായി और തീർന്നു. उसी कारण उन सारे पीढ़ियों को परमेश्वर ने नाश किया गया है. നോഹയ്ക്കും കുടുംബത്തിനും മാത്രമേ ദൈവകൃപ ലഭിച്ചിട്ടുള്ളൂ. केवल नोह और उनकी परिवार को ही परमेश्वर की अनुग्रह मिला. അപ്പോൾ നമ്മുടെ മെന്റാലിറ്റി വളരെ ശുദ്ധമായിരിക്കണം. और उसका
कहने की तात्पर्य यह है कि हमारा मानसिक तौर पर हम स्वच्छ होना चाहिए, भावना स्वच्छ होना നമ്മുടെ चाहिए, ചിന്തകൾ വളരെ ശുദ്ധമായിരിക്കണം. हमारा सारे विचार या चिंता शुद्ध होना है। അതുപോലെ നമുക്ക് ആവശ്യമായിരിക്കുന്ന വിഷയമാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ ശുദ്ധമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കണം. हमारा नैतिक भावना एकदम पवित्र होना चाहिए It is talking about the morality of our lives. और हमारी नैतिक स्वभाव एकदम शुद्ध होना चाहिए। ലോത്തിന്റെ കാലത്ത് നമുക്കറിയാം ആ കൾച്ചറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തവരുടെ ജീവിതം നാശത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. नूह के जमाने पर उसी पीढ़ी और उनकी नैतिक तौर पर एकदम नीचे स्तर तक पहुंच गया था। അപ്പോൾ നമ്മുടെ കൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ കൾച്ചേഴ്സ് ആർ ചേഞ്ച്ഡ് വിത്ത് ഈവിൾ ആൻഡ് ഇംപ്യൂർ തിങ്സ്. और सारे संस्कृति के अंदर भी कई प्रकार की बुरी बुरी आदतों से भर चुका है। അപ്പോൾ നാം അതിനെ സെലക്റ്റീവ് ആയിരിക്കണം. ഏത് നമുക്ക് ഫോളോ ചെയ്യാം ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായി. और हमारा संस्कृति में हमारा चारों तरफ की वातावरण में जो अच्छे हैं जो बुरे हैं वो समझकर जिसको हासिल करना है, जिसको तुच्छ करना है, वो हम मन में रखना चाहिए। യഹോവയായ ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാം, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. परमेश्वर के वचन में लिखा है, मैं पवित्र हूं उस तरह से तुम लोग भी पवित्र हो। അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മെന്റാലിറ്റിയും മൊറാലിറ്റിയും ഒക്കെ ശുദ്ധമാണെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയൂ. हमारा मानसिक तौर पर हमारा नैतिक स्वभाव, हमारा सारे कल्पनाएं पवित्र हो तो ही हम एक पवित्र जीवन बिता सकता है। നമ്മുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നാം എങ്ങനെ ശുദ്ധ ഹൃദയത്തോടെ ഇന്ററാക്ട് ചെയ്യുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ്. और ये भी एक सबसे बड़े मुद्दों में से एक है, हमारी आर्थिक लेन देन की जो व्यवहार है वो भी पवित्र हो। ഈ മെറ്റീരിയൽ വേൾഡുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? और ये जो आर्थिक बाबतों में हमारा संबंध किस तरह से है, ഇവിടെയാണ് ദൈവത്തെക്കാൾ അധികമായിട്ട് നാം പലതിനെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നത്. और यहाँ पर हम परमेश्वर से बढ़कर कुछ बातों से प्यार करने लगता है। അത് നമ്മുടെ ജീവിതത്തെ പിന്നെയും അത് അശുദ്ധിയുടെ മാർഗങ്ങളിലേക്ക് നയിക്കേണ്ടതായിത്തീരുന്നു. और इन सारे बातें हमें अपवित्रता की ओर हमें ले जाता है। അപ്പോൾ നമ്മുടെ മൊറാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, മെന്റാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, और മെറ്റീരിയൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ മെറ്റീരിയലും ഇമ്പോർട്ടന്റ് ആണ്. और हमारी मन भावना, हमारा विचारधारा, वो उस सबसे बड़ी बात तो ये है, और उसके साथ साथ में हमारा नैतिक स्वभाव किस तरह से व्यवहार करते हैं वो भी बड़ा है। ലാമേക്കിന്റെ കാലഘട്ടത്തിൽ ആ മെറ്റീരിയൽ വേൾഡിലേക്ക് ജനം ഇറങ്ങിപ്പോകുന്ന കാണുവാൻ കഴിയും. लामेक के जमाने पर इस दुनियादारी बातों की ओर उन्होंने निकल चुका है आर्थिक बाबतों में, ജീവിതത്തിന്റെ പ്ലഷേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നു. और उनकी जिंदगी की कई मौज मजाक को उन्होंने ज्यादा भार लेने लगा। അതുവരെ ഉണ്ടായിരുന്ന ഏകഭാര്യാത്വത്തിൽ നിന്നും ബഹുഭാര്യാത്വത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. और उनका एक ही पत्नी थी, वहां से हटकर उन्होंने अनेक पत्नियों को रखने का बहुभारित की ओर बढ़ा। എന്റർടൈൻമെന്റിനും മ്യൂസിക്കിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നത് കാണുവാൻ കഴിയും. और मौज मजाक के लिए ज्यादा बोझ देने लगा, അതിനകത്തോട് വയലൻസ് അധികമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാണുവാനായിട്ട് കഴിയും. और उसकी द्वारा कई तरह की जो अत्याचार और भ्रष्टाचार बढ़ते हुए हम देख सकता है। ഇവിടെയാണ് തലമുറയുടെ തകർച്ചകളെ നമുക്ക് കാണുവാൻ और കഴിയുന്നത്. यहाँ पर पीढ़ियों की जो उनकी नाश की पद को हम देख सकता है, പ്യൂരിറ്റിയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ. और उनके जीवन में पवित्रता से वो हटकर अपवित्रता की ओर बढ़ रहा है, ഹൃദയത്തിന്റെ ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നൊരവസ്ഥ. और उनकी जो हृदय का पवित्रता से हटकर अपवित्रता की ओर वो बढ़ रहा है। ഇവിടെയാണ് ഹൃദയ ശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ. और यहाँ पर इसलिए ऐसा लिखा है, जो धन्य है वे जो जिसका हृदय पवित्र है वो परमेश्वर को देखेगा। ഹൃദയ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. और अगर हमारा मन शुद्ध है तो ही हम अनुग्रह पा सकता है। ഈ തലമുറയിൽ അനേക ഹൃദയത്തിന്റെ ശുദ്ധി നഷ്ടപ്പെട്ട് പലതിനും അടിമകളായി പോകുന്ന കാണുവാൻ കഴിയും. हम इन पीढ़ियों में देख सकता है, हमारा पीढ़ी कुछ बातों की गुलाम बन जाता है और उसके कारण परमेश्वर से हट कर जा रहा है। പലതിനും അടിമകളായി നമുക്ക് നമ്മുടെ ആത്മാവിനെ തന്നെ കറപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. और हमारी जो किसी बात की गुलाम बन चुका है तो वहां से हम स्वतंत्रता होकर हम परमेश्वर की ओर फिरना जरूरी है। ഒരിക്കലും സഹോദരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, और एक बयान ने ये पर इस तरह से कहा, അതെ
എൻ്റെ ഭർത്താവിന് അല്പ പ്രയാസമുണ്ട്. और उन्होंने इस तरह से कहने लगी कि मेरा पति ठीक नहीं है എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. और मेरा पति का व्यवहार ठीक नहीं है, उनका चाल चलन अच्छा नहीं है, अगर आप उसके अंदर अगर दखल ना करे तो मैं आत्महत्या करूंगी. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. और उनको नौकरी से हटाया जा रहा है. തന്റെ മനസ്സിനെ വളരെ മോശമായിട്ട് അത് ബാധിച്ചിട്ട് തനിക്ക് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കടന്നു വന്നു. और उनकी जीवन उनका मन भ्रष्ट होने के कारण उनका नौकरी में ध्यान नहीं दे सका. അത് അദ്ദേഹത്തിന്റെ കൂടുതൽ കൗൺസിലിംഗ് സെഷനിലേക്ക് കടന്നു വന്നപ്പോൾ और उन्हें बुलाकर उसका काउंसलिंग करते थे तब ऐसा. അദ്ദേഹം ഇന്റർനെറ്റിന് അഡിക്റ്റഡ് ആണ്. और तब ये पता चला कि उनका इंटरनेट का गुलाम हो चुका है. ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് അദ്ദേഹം കടന്നുപോയി. उन्होंने एक मानसिक बीमारी की ओर ग्रसित हो रहा തന്റെ है. പ്രൊഫഷനെ അത് ബാധിച്ചു. और उनकी जो नौकरी है वो नौकरी में वो लगा. അത് തന്റെ ഫാമിലി ലൈഫിനെ ബാധിച്ചു. और उनका पारिवारिक जीवन को भी उसको मुश्किल में डाल दिया. തന്റെ സാമൂഹിക ബന്ധത്തെ ബാധിച്ചു. और उनका सामाजिक संबंधों को भी उसको परेशान क्षति पहुंचा दिया. അത് അശുദ്ധമായതിലേക്ക് തന്റെ ജീവിതം ഡയറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അത് താൻ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. जहां उन्होंने जो अशुद्धता की ओर आगे बढ़ा उसी कारण उनकी कई क्षेत्रों पर उनको कुछ बड़े कीमत चुकाना पड़ा. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. लेकिन इन सारे बातों से हटकर उसकी ऊपर उनको दबाव डाल सकता है, प्रभाव डाल सकता है, ऐसा व्यक्ति है पवित्र. എഫെസ്യലേഖനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. एफेसियों की पत्री को जब हम पढ़ेंगे तो वहां पर हम इसको ठीक से पढ़ सकता है. പരിശുദ്ധാത്മാവ് കുടുംബത്തെ നിയന്ത്രിക്കുന്നു. और पवित्र आत्मा परिवार को चलाता है. മറൈറ്റൽ റിലേഷൻഷിപ്പിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. और उनका जो पारिवारिक जीवन को पवित्र आत्मा उसको चलाया जाता है. മൊറാലിറ്റിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. उनका नैतिक संबंधों को पवित्र आत्मा और उसको ऊपर प्रभाव डालता है. മെറ്റീരിയൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നു. उनकी आर्थिक बाबतों की लेन देन व्यवहार में पवित्र आत्मा उसको चलाता है. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ വിഷയമാണ് ഹൗ വി റിലേറ്റ് വിത്ത് ദി ഇംപ്യൂർ വേൾഡ്. और हमारी मसीही जीवन के लिए सबसे बड़े मुद्दा में से एक है हम इस आर्थिक व्यवहार यानी इसी संसार के साथ हम किस तरह से व्यवहार बनाए रखते हैं. ഇവിടെയാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷന്റെ പ്രാധാന്യത और മനസ്സിലാക്കുന്നത്. यहाँ पर हमारे लिए बाइबल की जो नियमों को अनुसरण करना अनिवार्य हो जाता है. നമ്മുടെ ക്യാരക്ടർ വളരെ അത് ട്രാൻസ്ഫോം ചെയ്താണെങ്കിൽ മാത്രമേ നമ്മുടെ ബിഹേവിയർ വ്യത്യാസം വരുന്നുള്ളൂ. और हमारी चरित्र अगर सही है तो ही हम इस तरह से व्यवहार कर सकता है. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കണം. അത് ഹൃദയശുദ്ധിയോടെ ജീവിക്കുവാനിടയായിത്തീരും. और हम यहाँ पर ध्यान करना एक पवित्र मन के साथ हम जीवन जीना बहुत जरूरी है. പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. बाइबल कहती है कि उनका पुत्र यीशु मसीह का लहू हमारा सारे पापों से हमें शुद्ध करता है. ഇത് ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനിടയായി. वो हमारा जीवन में व्यवहारिक जीवन में हम उसको हर दिन लागू करते हैं तो ही हम अनुग्रह पा सकता है. ഇവിടെ മൂന്നാമത്തെ വിഷയം പറയുന്നു, तीसरी बात यहाँ इस गिरी प्रवचन में हम देखिए സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. और नौवीं पद में है जो धन्य है वे जो मेल कराने वाले हैं അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. क्योंकि वे परमेश्वर का पुत्र कहलाएगा. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. और मेल कराने वाला धन्य है. നാം ജീവിക്കുന്ന ലോകം വളരെ കോൺഫ്ലിക്റ്റ് നിറഞ്ഞ ഒരു ലോകമാണ്. और हम जिस संसार में जी रहा है इस संसार में हमेशा लड़ाई और संग्राम में है. हम ഈ കോൺഫ്ലിക്റ്റിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. और हम जानते हैं इस समस्या की मूलभूत कारण पाप है. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് സഭകളിൽ കാണുവാൻ കഴിയും. और ये जो ये धक्कामुक्की है या परेशान लड़ाई है हम कलीसिया में भी देख सकता है. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് കുടുംബത്തിൽ കാണുവാൻ കഴിയും. और ये जो झगड़ा है या लड़ाई है हम परिवार में भी पाया जाता है. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് പല ഓർഗനൈസേഷൻ കാണുവാനായിട്ട് കഴിയും. कई संस्थाओं में वो हम पाया जाता है. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ്. और हमारा परमेश्वर शांति का राजकुमार है.
നമ്മുടെ പിതാവായ ദൈവം അതേ സമാധാനത്തിന്റെ ദൈവമാണ്. हमारा परमेश्वर शांति का परमेश्वर है. പരിശുദ്ധാത്മാവ് നമുക്ക് അതേ സമാധാനം നൽകുന്നു. पवित्र आत्मा हमें शांति देता है. ഇവിടെ ത്രിയേക ദൈവത്തിന്റെ റോള് ആ സമാധാനം നൽകുന്നതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. और शांति यानी मेल कराने में त्रिएक परमेश्वर का भाग हम पाया जाता है. എന്നാൽ ഇവിടെ നമ്മെ കമ്മീഷൻ ചെയ്യുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. यहाँ पर ऐसा लिखा है, धन्य है वे जो मेल कराने वाले हैं. നമുക്ക് കോൺഫ്ലിക്റ്റുകൾ പ്രതീക്ഷിക്കാം. और हमारे जीवन में इस तरह की लड़ाई और समस्याओं को हम इंतजार कर सकता है, കാരണം വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ് നാം. क्योंकि हम अलग अलग व्यक्तित्व को हम हमारा जीवन में हम हासिल किया हुआ है. അവിടെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. और हमारा इसलिए एक दूसरा की संबंधों के बीच में इस तरह की परेशानियां आएंगे, हम उसको इंतजार करना है. ദൈവമായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം. और परमेश्वर के साथ में भी हमें कई बार इस तरह की मुद्दा हमारा जीवन में आ सकता है. എന്നാൽ ഈ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ട സമാധാനം ഉണ്ടാക്കുവാനുള്ള നമ്മുടെ ഭാഗത്തുള്ള വലിയ പരിശ്രമമാണ്. जब हमारा जीवन में इस तरह की परेशानियां या मुश्किल आ जाता है, वहीं पर हमें यहाँ पर हमारा पगतिया लेना जरूरी है कि हम मेल कराए. ആത്മീയരാണ് സമാധാനത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. और आत्मिक व्यक्ति ही शांति को बरकरार रखने के लिए वो कोशिश कर रहा है. ഈ സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ ബ്രിഡ്ജ് ബിൽഡേഴ്സ് ആണ്. और जो लोग शांति को बनाए रखने के लिए कोशिश करते हैं, उन्हें ये कह सकता है वो लोग पुल बनाने वाला लोग हैं. God wants us to be peacemakers. और परमेश्वर हमारे बारे में चाहता है कि हम शांति को बनाने वाला हो, നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. हम शांति को अपनाने वाला लोग हो. There are many troublemakers in this world. और हम देखिए तो इसी संसार में कई प्रकार समस्याओं को खड़ा करने वाला बहुत सारे लोगों को पा सकता है. അത് എല്ലാ സെറ്റപ്പുകളും നമുക്ക് ട്രബിൾ മേക്കേഴ്സിനെ കാണുവാൻ കഴിയും. और हर एक जगह पर ऐसी समस्या को कराने वाला, खड़ा करने वाला लोगों को देख सकता है. എന്നാൽ ഈ ലോകത്ത് നമ്മെ ഒരു ഗ്യാതേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ദൈവം നിർത്തിയിരിക്കുന്നത് പീസ് മേക്കേഴ്സ് ആയിട്ട് ലോകത്തിൽ നിൽക്കുവാനാണ്. लेकिन परमेश्वर ने हमें इसी संसार में इसलिए रखा कि हम समाधान को या शांति को बनाने वाला व्यक्ति हो. അതിനുവേണ്ടി എന്ത് ഇനിഷ്യേറ്റീവ് നാം എടുക്കണം, ആ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പീസ് മേക്കർ ആയിട്ട് നിൽക്കുവാൻ ശ്രമിക്കേണ്ടത് और ആവശ്യമാണ്. उसके लिए किसी भी कदम, किसी भी हद तक हम जाना हो, हम जाकर भी वो लेने वाला बन जाना चाहिए. എബ്രായ ഭാഷയിൽ ഷാലോം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. इब्रानी भाषा में शांति के लिए शालोम शब्दों को इस्तेमाल किया ഈ गया. ഷാലോമിനകത്ത് ഹെൽത്ത് ഉണ്ട്. और शालोम के अंदर हर करके जो शब्द ഈ है, ഷാലോമിനകത്ത് ഹീലിംഗ് ഉണ്ട്. और शालेम के अंदर और घा भी है, और वहीं पर उसका चंगाई भी है. ഈ ഷാലോമിനകത്ത് ഹോളിനെസ് ഉണ്ട്. और शालेम के अंदर पवित्रता भी है. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. और इसी नजरिया से हम दूसरों के साथ संबंध को बनाए रखना चाहिए. We are commissioned for making peace. और हमें एक नियुक्त किया गया है कि ताकि हम दूसरों के बीच में शांति को बनाए ഈ रखें. ലോകം ദൈവസഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നാം പീസ് മേക്കേഴ്സ് ആയിരിക്കണം തന്നെയാണ്. और इसी संसार और दुनिया देख रहा है हम शांति को बनाए वाला व्यक्ति हो. നാം ഏത് അവസ്ഥയിലായിരുന്നാലും ആയിരിക്കുന്ന അവസ്ഥകളിൽ നാം സമാധാനത്തിന് വേണ്ടി നിൽക്കുകയും സമാധാനത്തിന് പരിശ്രമിക്കുകയും ചെയ്യണം. और हम किसी भी क्षेत्र में हो, वहीं पर हम शांति को बनाए रखने के लिए हमारा कोशिश ये होना जरूरी है. ദൈവമായിട്ടൊരു സമാധാനം, പീസ് വിത്ത് ഗോഡ്, परमेश्वर के साथ हमें एक शांति, പീസ് വിത്ത് ഈച്ച് अदर. और दूसरों के साथ हमें शांति, അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് നാം എടുക്കേണ്ടത് और ആവശ്യമാണ്. उसके लिए मेल कराने वाला बनने के लिए हमारी भाग से प्राथमिकता को उसको हम पगतिया लेना जरूरी है. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. इसलिए धन्य है वे जो मेल कराने वाले हैं, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കും. वो परमेश्वर की पुत्र कहलाएंगे. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിന്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. अगर हम मेल कराने वाला हो तो उसकी आशीष जरूर हमारा जीवन में होगा. അങ്ങനെയുള്ളവരാണ് ദൈവപുത്രന്മാർ, ദൈവമക്കൾ. ऐसा व्यक्तियों का नाम है परमेश्वर की संतान या परमेश्वर का पुत्र. അവരാണ് ദൈവത്തിന്റെ അതേ അവകാശങ്ങൾക്ക് പങ്കാളികളായി തീരുന്നത്. और उन्हीं लोग ही परमेश्वर की अनुग्रहों का हकदार बन जाते हैं. We are getting heavenly inheritance since we are the children of God. क्योंकि हम परमेश्वर का पुत्र होने के कारण हम परमेश्वर का हकदार भी है.
അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നുന്നു. जैसा पुत्र, जैसा जो बाप पिता के ऊपर दया किया जाता है, उस तरह से परमेश्वर उनकी डरवयों पर दया की ഈ जाती है. മക്കളോടുള്ള കരുണ എന്ന് പറയുന്ന എല്ലാ നമ്മുടെ ബലഹീനതകളൊക്കെ അറിഞ്ഞ് നമ്മോട് ഇടപെട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. और यहाँ पर जो दया परमेश्वर हम पर दया किया जाता है, उसका मतलब यह है कि हमारी सारे कमी को भी समझकर, हमारा जीवन का हर एक क्षेत्र को समझकर परमेश्वर दया करता പ്രസന്റ് ബ്ലെസ്സിങ്സ് മാത്രമല്ല, ഇറ്റേണൽ ബ്ലെസ്സിങ്സ് നമ്മോട് കൂടി അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഇവിടെയാണ്. और इसी दुनियादारी, ऐसी संसारिक केवल आशीष नहीं, परंतु अनंत काल में भी हमें जो अनुग्रह मिलेगा, वो अनुग्रह भी उसके अंदर हासिल शामिल है. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നാം ഒരു ട്രബിൾ മേക്കർ ആണെങ്കിൽ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ us to examine ourselves. और अगर हम जिस क्षेत्र में आप कार्यशील है, वहीं पर आप समस्या को खड़ा करता है, तो ये सही वक्त है आप अपने आप को मन फिराए और आपको ठीक ठाक कर दिया जाए. നമ്മുടെ കുടുംബത്തിൽ നാം ഒരു ട്രബിൾ മേക്കർ ആണോ? क्या आपकी परिवार में आप एक समस्या को खड़ा करने वाला व्यक्ति है? നമ്മുടെ സഭയിലെ നാം ഒരു ട്രബിൾ മേക്കർ ആണോ? क्या आपकी कलीसिया में आप एक समस्या को या प्रश्नों को खड़ा करने वाला व्यक्ति है? क्या നമ്മുടെ വർക്ക് പ്ലേസിൽ നാം ഒരു ട്രബിൾ മേക്കർ ആണോ? क्या आपकी व्यवहारिक जीवन में, आपकी नौकरी के स्थान में आपके समस्या बनाने वाला व्यक्ति हो? There is some basic problem in us. ये हमारा एक नींव की मूलभूत बात यह है. It's a time to examine ourselves whether our relationship with God is right or और not. ये ही वक्त है अपने आप को हम जांच ले और परख ले, क्या परमेश्वर मेरा जीवन क्या है. If it is not right, it is very hard to maintain good relationship with each other. और ये सही वक्त है और परमेश्वर से पूछकर हम दूसरा के साथ हमारा व्यक्तिगत संबंधों को ठीक ठाक किया जाए. ഒരിക്കൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് എപ്പോഴും എനിക്ക് ട്രബിൾ തന്നുകൊണ്ടിരിക്കുകയാണ്. और एक व्यक्ति ने इस तरह से कहा, एक मैंने कही कि मेरा जीवन में मेरा पति हमेशा समस्या और मुसीबतों को लेकर ही आते हैं. When I realized that this person has a basic problem, और मुझे पता चला कि उन व्यक्ति में कुछ बात उनके जीवन में है. തന്റെ പ്രശ്നങ്ങൾ തന്റെ ഭാര്യയിൽ അടിച്ചേൽപ്പിക്കുവാൻ നോക്കുകയാണ്. और उनका जो समस्या है वो उनकी पत्नी के ऊपर लादने के लिए वो कोशिश कर रहा है. ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകന്റെ മെന്റൽ പ്രോബ്ലം ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. एक पिताजी एक बार उनका जो मानसिक तौर पर संतुलन नहीं है, ऐसा बेटा को लेकर के दवाखाना में डॉक्टर के पास गया. അപ്പനും മകനും കൂടെ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. और उन्होंने दवाखाना में जो अस्पताल में पहुंच गया, पिता और बाप और बेटा साथ. ഡോക്ടറുടെ പീഡ അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത് എന്റെ ആരംഭം മുതൽ നേരിടുന്ന ഒരു വിഷയമാണ്. हम जानते हैं कि मसीही कलीसिया के लिए सत्तावनी एक नई बात नहीं है, उनकी आरंभ से लेकर सत्तावनी तो है ही. എന്റെ മാതാവും പിതാവും അതേ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. और मेरा माता पिता हमारा प्रभु में आने के कारण मेरा घर से बाहर निकला गया हुआ है. അവർ വിശ്വാസത്തിന് വേണ്ടി അവർ ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. और उन्होंने विश्वास के लिए जो निकल जाने के कारण उनकी माता पिता ने उनसे घर से निकाला गया. പല നാളുകളും വൃക്ഷത്തിന്റെ ചുവട്ടിൽ സമയം ജീവിക്കേണ്ടി വന്നു. और कई समय पर उनको जाड़ों के नीचे, वृक्षों के नीचे वहीं पर शरण लेनी पड़ी. വൃക്ഷത്തിന്റെ കൊമ്പിൽ അത് തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളെ ആട്ടി ഉറക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. और वृक्षों की डालियों पर भी वहां पर झूला बांधकर बच्चों को वहां पर सुलाना पड़ता था. അത് അന്ന് അവർ തന്നെ പണിത ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. और उन्होंने उनका भाग देकर जो बनवाया हुआ आराधनालय में उनको पकड़ कर लेके जाके वहां पर उनको सताया गया ആ है. കാലങ്ങളിൽ അധികം പീഡകൾ ഉണ്ടായിട്ടുള്ളത് ഭവനങ്ങളിൽ നിന്നാണ്. और वो समय पर उनके लिए सबसे बड़ा पीड़ा उनका खुद का घर का लोग ने पीड़ा किया गया. ഇന്ന് നാം നേരിടുന്ന സമൂഹത്തിൽ നാം വലിയ പീഡകൾ നേരിടുന്നുണ്ട്. और आज हमारी समाज से बड़ी समस्या हमारा सामने है. ഈ പീഡകൾ ദൈവം അനുവദിക്കുന്നതാണ്. और ये सत्तावनी परमेश्वर जांच बूझ कर हमें देता है. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെട്ടിരിക്കുക. परमेश्वर का वचन में से लिखा है, संसार में तुम्हारे लिए कष्ट तो क्लेश तो है. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാനും കൂടി നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതാണ്. और परमेश्वर इसलिए हमें बुलाया गया है इस दुनिया में केवल अनुग्रह पाने के लिए नहीं, परंतु हमें क्लेश भी भोगने के लिए प्रभु हमें बुलाया गया. ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെയും കഷ്ടമുണ്ട്. और जो भक्ति के साथ जीना चाहते हैं उन तमाम व्यक्तियों के लिए कष्ट तो है ही. ദൈവനാമ നിമിത്തം നാം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനാ പറയുന്നത്. परमेश्वर के नाम के कारण हमें क्लेश में हो जाता है, धन्य है वे लोगों का जो प्रतिफल बड़ा है.
കഷ്ടത്തോട് ബന്ധം ഫിസിക്കലി നാം പീഡിപ്പിക്കപ്പെടേണ്ടതായി തീരുന്നുണ്ട്. और ये हमारा जीवन में फिजिकली हमारा शारीरिक तौर पर हमें सताया जाता है. നമ്മുടെ സമ്പത്തുകളൊക്കെ അപഹരിച്ച് കളയേണ്ടതായി തീരുന്നുണ്ട്. और कई जगह पर ऐसा है उनकी आर्थिक बाबतों को भी लूट फूट किया दिया जाता है. അത് വാക്കുകളാൽ നമ്മെ പീഡിപ്പിക്കുന്നവരുണ്ട്. और शब्दों की द्वारा हमें सताता है. പല ഗോസിപ്പുകൾ പ്രചരിപ്പിച്ച് നമുക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥകളുണ്ട്. कई दुष्प्रचरण के द्वारा ऐसी माध्यम के द्वारा हमारे ऊपर कई गलत शब्द गलत बातों को प्रसार किया जाता है. നിയമത്തിന്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. नियम की हमारी संरक्षण कभी नहीं मिल जाता है. ഇവിടെയെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और ऐसी हर जगह पर हमारा विश्वास की फर्क है करके हम समझना जरूरी है. നമുക്ക് വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. और हमारा जीवन में विश्वास के लिए परेशानियां तो है ही. നാം കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനിടയായി जब हम क्लेश में होकर हम गुजरेंगे वो समय पर हम परमेश्वर की महान कृपा को हम अनुभव कर सकता है. എപ്പോഴും നമ്മെ ജയിലറയിലേക്ക് കൊണ്ടുപോകണം നിർബന്ധമില്ല. और हो ऐसा जरूरी नहीं है तो हमें पकड़कर बंदी खाना में डाल दिया जाए. സൈക്കോളജിക്കലി നമ്മെ പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ കടന്നു വരാം. मानसिक तौर पर हमें सताया जाता है. ഫിസിക്കലി നമ്മെ പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ കടന്നു വരാം. हमें शारीरिक तौर पर हमें सताया जाता है. അത് നിയമങ്ങളൊക്കെ നമുക്ക് എതിരായിട്ട് വ്യാജ പ്രചരണം നടത്തി നമുക്ക് എതിരായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മെ അത് പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ കടന്നു വരാം. कानून हमारा विरुद्ध में करवा कर हमारा विरुद्ध में गलत आरोप इनको देकर हमारा सामने कई परेशानियों को खड़ा करता है. ഭക്തിയോടെ ജീവിക്കുന്നവരാണോ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ലോകത്തിൽ. अगर हम भक्ति के साथ हम जी रहा है ये इन सब सारे बातों को हम इंतजार करना चाहिए. जरूर हमारा जीवन में भी आ सकता है. നാം പലപ്പോഴും നമ്മുടെ കഷ്ടത മാറ്റി തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. और हम हमेशा प्रार्थना करते हैं प्रभु हमारा जो कानून को बदलाए. നമ്മുടെ കഷ്ടത നമ്മെ അധികം ശുദ്ധീകരിച്ച് മുൻപോട്ട് നടത്തുവാനുള്ളതാണ്. और समझ लीजिए हमारा क्लेश हमें पवित्रता की ओर आगे बढ़ाता है. हमें चलाने का रीति प्रभु का ये है. ഡോക്ട്രിൻ ഓഫ് സഫറിംഗ് നാം അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. और हमारी जो क्लेश अनुभव करना एक नियम बाइबल में है वो हम उसको पूरी तरह से समझना है. നമ്മുടെ കർത്താവ് സഫറിംഗിൽ കൂടി കടന്നുപോയതാണ്. और हमारा यीशु मसीह दुखों से होकर गुजरा है. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. हमारा शांति के लिए उस पर ताड़ना ആ पड़ी. കഷ്ടതയിൽ കൂടി കടന്നുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീലിംഗിനായിട്ട് ഫോർ അവർ അത് നമ്മുടെ അടിപ്പണ സൗഖ്യത്തിനായിട്ട് കർത്താവ് കഷ്ടതയിൽ കൂടി കടന്നുപോയി. जब प्रभु यीशु मसीह दुखों से होकर गुजरा ऐसा लिखा है उनकी खोड़े खाने से हम चंगे हो गए. ആ കഷ്ടതയിൽ കൂടി കടന്നുപോയത് നമ്മുടെ ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗിന് വേണ്ടിയാണ്. और यीशु मसीह इसलिए ऐसी कष्टों से गुजरा ताकि हमारा शारीरिक मानसिक आत्मिक और हर प्रकार से हम आशीष पाए या चंगाई को पाए. അപ്പൊ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ നമുക്ക് കഷ്ടങ്ങളുണ്ട്. और हम समझ लेना हमारा जिंदगी की आखिरी सांस तक हमें क्लेश तो है. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? हमारा जवाबदारी क्या है? കഷ്ടപ്പെടുന്നവരോട് ഐഡന്റിഫൈ ചെയ്യുവാൻ നമുക്ക് കഴിയണം. और जो लोग क्लेश में से होकर गुजर रहा है उनकी साथ में हम भी अपने आप को उस तरह से स्तर पर करना. കഷ്ടപ്പെടുന്നവരോടുകൂടി ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ കഷ്ടതയ്ക്ക് പങ്കാളികളായി തീരുകയും ചെയ്യാൻ നമുക്കിടയായി തീരണം. और जो लोग क्लेश में से गुजर रहा है उनकी साथ हम भी सहकार देना उनके लिए भी सिंपैथी दिखाना हमारी जरूरी है. പൗലോസ് പറയുമ്പോൾ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. और प्रेरित पौल इस तरह से कहता है उनकी कष्ट में भी सहभागी हो. നമ്മുടെ കൂട്ട സഹോദരങ്ങൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ जब हमारा सगा संबंधी हमारा भाई लोग इस तरह से कष्ट में से गुजरता है അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. उनके लिए परमार्थ मन से जरूर हम प्रार्थना करना है. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. और उनके लिए जो मदद जरूरी है उस मदद को उनको हासिल करवाना है. അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തിന് സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. और ऐसी जगह पर धन्य है वे लोग और न्याय के कारण सताया जाता है क्योंकि ईश्वर का राज्य उन्हीं का है करके हम देख It's a सकते हैं. time for examine what is our relationship with the people who are going through sufferings. और इसलिए ये समय पर मैं आपको ये अनुरोध करना चाहता हूं जो लोग क्लेश में से गुजर रहा है सताया जाता है उनकी साथ आपकी मानसिक भावना क्या है. അത് നാം അവരോട് പറയാറുണ്ടോ? ഇത് നിങ്ങൾ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്, നിങ്ങൾ അനുഭവിച്ചു എന്ന് പറയാറ്. क्या हम हमने इस तरह से कहता है
आप जो गुजर रहा है आपका करनी का फल है। വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാം വലിയ പ്രതിസന്ധികളെ നേരിടാറുണ്ട്. और हम विश्वास के लिए खड़े रहते हैं तो हमें भी कई प्रकार की समस्याओं को सामना करना पड़ता है। 2 ആഴ്ച മുമ്പ് എൻ്റെ സഭയിലെ ഒരു സഹോദരനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. और 2 हफ्ते की पहले हमारा कलीसिया का एक भाई को नौकरी से निकाल दिया गया। താൻ ജോലി സ്ഥാനത്ത് സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. और उसका कारण यह है कि उनका नौकरी की स्थान पर वही पर सुसमाचार बांटा താൻ ജോലി സ്ഥാനത്ത് സുവിശേഷം പറഞ്ഞത് അവർ പിടിക്കപ്പെട്ടു. और सुसमाचार सुनाने के कारण उनको दूसरा को पता चला ये सुसमाचार बांटा है അവിടെ ബൈബിൾ കൊടുത്തു, പിടിക്കപ്പെട്ടു. और उन्हें बाइबल वहां पर बांटा गया है, उससे पकड़ा गया। അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. उनको तुरंत नौकरी से हटाया गया। നാം എല്ലാവരും ജയിലിൽ പോകണമെന്നില്ല. और हर एक व्यक्ति, ये जरूरी नहीं है तो हम हर एक व्यक्ति ഇതുപോലെയുള്ള जेल खाना में जाए। ഇതുപോലുള്ള പീഡനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരാം. और ये भी हमारा जीवन का सत्तावनी है जब नौकरी से हटाया जाए, ऐसा भी। നാം കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ റിവൈവ് ചെയ്യാനായിട്ട് ഇടയായി തീരുന്നു. और जब हम ऐसे क्लेश में से होकर गुजरता है, अपने आप को परीक्षण या निरीक्षण करने का वक्त होना चाहिए। ഇതിനകത്ത് വലിയൊരു പ്രതിഫലമുണ്ടെന്ന് നാം കാണുന്നു. हम यहाँ पर ऐसा पाया जाता है कि हमारे लिए एक बड़ा प्रतिफल है। എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ। और धन्य है तुम जो मनुष्य के कारण तुम्हारी निंदा करे, तब सताए और झूठ बोल बोलकर तुम्हारा विरोध में हो, सब प्रकार की बुरी बातें कहे, एक प्रतिफल है। സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. तब आनंदित और मगन हो, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है। നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. इसलिए कि उन्होंने उन भविष्यवक्ताओं को कि तुमसे पहले से इसी रीति से सताया था। ഇവിടെ നമുക്ക് റിജോയ്സ് ചെയ്യാനുള്ള ഒരു വിഷയം, यहाँ पर हमें समझने का और एक बात है। നമുക്ക് മുമ്പുള്ള പ്രവാചകന്മാർ ഉപദ്രവിക്കപ്പെട്ടു. और हमारे पहले जो भविष्यवक्ता लोग हैं उन्हें भी सताया गया അവരുടെ था। പരമ്പരയിൽ നാമുമായിരിക്കുന്നു. हम भी उनकी परंपरा में जोड़ा गया है। So we are partakers of this suffering. हम भी उनके साथ इसी सत्तावनी में सहभागी നമ്മുടെ हैं। കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. हमारा प्रभु यीशु मसीह हमारे लिए कालवरी वधस्तंभ पर मरा गया। കർത്താവ് പറയുന്നു, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. प्रभु यीशु मसीह ने इस तरह से कहा, प्रभु ये नहीं जानता है ये क्या कर रहा है, इसलिए क्षमा किया जाए। കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് കഴിയണം. और प्रभु यीशु मसीह जिस तरह से दूसरा से क्षमा किया है, वैसा ही हम भी दूसरे से क्षमा किया അതെ, जाए। കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ we are the partakers of that holy nature. We have to practice that holiness in our lives. और जिस तरह से यीशु मसीह पवित्र है, उस तरह से हम भी दूसरा की संबंधों में इसी पवित्रता को अपनाने के लिए हम भी कोशिश करें, यीशु की समान एक पवित्रता हम भी बनाए रखिए। കർത്താവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. और यीशु मसीह का लहू हमें हर एक पाप से शुद्ध करता है। ആ രക്തത്തെ അശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു ദൈവവേദലിന് और उसी रक्त के द्वारा शुद्ध पाने वाले एक परमेश्वर के बच्चा को ലോകത്തിന്റെ അശുദ്ധിക്ക് പുറകെ പോകുവാൻ കഴിയുകയില്ല. और इसी संसार की अशुद्धता में वो नहीं जा सकता ഈ है। അശുദ്ധി നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കത്തക്ക നില പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗത്തിൽ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ നമുക്ക് और കഴിയണം. इसी संसार की अपवित्रता हमारा जीवन में ना हो, उसके लिए पवित्र आत्मा की सहभागिता यानी सहायता हम उसका हमेशा हमारा जीवन में बनाए रखने के लिए कोशिश करें। നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് കർത്താവ് ഏറ്റത്. हमारा मेल के लिए यीशु मसीह के ऊपर ताड़ना दिया गया ആ है। കർത്താവ് ഏറ്റ ശിക്ഷ നമ്മുടെ സമാധാനത്തിലാണെങ്കിൽ ആ സമാധാനം മറ്റുള്ളവർക്ക് നാം ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. और हमारा मेल के लिए यीशु मसीह शिक्षा किया गया है, दंड पाया गया है, तो हम भी दूसरा के लिए शांति को देने वाला बन जाए। We see the doctrine of reconciliation. और दूसरा के साथ में एक मेल मिलाप कराने वाला एक नियम भी बाइबल में है। അതെ, കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നു. और यीशु मसीह हमारे लिए प्राण दिया है। നമ്മുടെ അകത്തെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകട്ടെ. और हमारी अंदरूनी मनुष्यत्व में बदलाव हो। അതിന്റെ പ്രതിഫലനം നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകട്ടെ. और उसका प्रतिफलन हमारा संबंधों में हो। അത് എത്ര ക്രൂവലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് നമുക്കൊരു ഫർഗിവിംഗ് സ്പിരിറ്റിൽ അല്ലെങ്കിൽ അത് കരുണയോടെ ബിഹേവ് ചെയ്യാനായിട്ട് ഇടയായി തീരണം. और हमारे जो सामने व्यक्ति जो व्यवहार करते हैं, जितना भी क्रूर कोई भी क्यों न हो, उनका साथ क्षमा करने का एक मन हमारे में हो। ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ ദൈവമക്കളാക്കി തീർത്തത്. और उसके लिए परमेश्वर ने हमें अपनी संतान बना दिया है। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, और मेरा बातों को सुनने वाला प्यारे परमेश्वर का लोग हो। ദൈവമക്കൾക്ക് മാത്രമേ ഇത് ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. और परमेश्वर का लोगों को ही
अपनी जीवन में उसको लागू कर सकता है। യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പ്രായോഗിക ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. और सचमुच में जिन व्यक्ति नए सिरे से जन्म पाया है उसी व्यक्ति को ही ये सारे बात अपनी जीवन में लागू कर ഈ सकता ലോകം है। നമ്മിൽ വീക്ഷിക്കുന്നത് നാം ഈ പറയുന്ന ഗിരിപ്രഭാഷണം നമ്മുടെ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. और इसी पूरा संसार हमारी ओर तक रहा है कि आपकी जीवन में इन सारे गिरि प्रवचन आपकी जीवन में लागू है क्या नहीं। നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. और हमारा जीवन में हम आशीष को हासिल कराना चाहते हैं तो हमारा व्यक्तिगत जीवन में उसको प्रैक्टिस करने वाला और हमारा जीवन में व्यवहारिक जीवन में उतारना चाहिए। ഈ ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിയാറ്റസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അവിടെ പെർഫെക്റ്റ് ഹാപ്പിനെസ് ആണെന്നാണ്. और बी एटीट्यूड के लिए वहीं पर या इस्तेमाल किया हुआ लतीनी शब्द का मतलब यह है ये हमारा जीवन में प्रायोगिकता में लेकर आइए। നമ്മുടെ ഹാപ്പിനെസ് പലപ്പോഴും ഹാപ്പനിങ്സ് ഓഫ് ദ വേൾഡിലാണ് നമ്മുടെ ഹാപ്പിനെസ് നാം കാണുന്നത്. और हमारी जो आनंद है इसी संसार में क्या चल रहा है वही पर हमें आनंद मनाता है। നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകട്ടെ. और हमारा व्यक्तिगत स्वभाव बदलाव हो। അത് പ്രവൃത്തി പദത്തില് അത് പ്രായോഗിക പദത്തില് കൊണ്ടുവരുവാൻ ഇടയായി തീരട്ടെ. हमारा प्रायोगिक जीवन में उसको हम हासिल करने वाला हो। അത് ലോകം കാണുവാൻ ഇടയായി തീരട്ടെ. इसी पूरा संसार उसको देखने दे। നാം യഥാർത്ഥമായി ദൈവവചനം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടി ഇടയായി തീരട്ടെ. सचमुच में हमारा परमेश्वर का वचन हमारा जीवन में हम व्यवहारिक जीवन में उतारा है करके संसार की लोग देखने दे। ഇവിടെയാണ് നമുക്ക് പെർഫെക്റ്റ് ഹാപ്പിനെസ് നമുക്കുണ്ടാകുന്നത്. और वहीं पर हमें सचमुच आनंद वहीं पर हमें मिल जाता है। ഇവിടെയാണ് ദുഃഖവും നെടുവീർപ്പും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന പെർഫെക്ഷനിലേക്ക് നാം കടന്നു വരുന്നത്. और वहीं पर ही हमें एक संपूर्णता जहां क्लेश नहीं वो जहां कष्ट नहीं जहां आंसू नहीं है ऐसी एक जगह की ओर जाने का जो संपूर्णता हमें मिलता है। എത്രമാത്രം അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് നാം പ്രാപിക്കുന്നു വിചാരിച്ചാലും और भले कितना भी आशीष जो हम सो कोल्ड जो हम कहता है जो हमारा जीवन में पाए तो भी നമ്മുടെ പെർഫെക്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങളിൽ ജീവിക്കുമ്പോൾ മാത്രമാണ്. सचमुच में हमारी जो आनंद जब हमें मिलता है जब हम इस परमेश्वर की वचन के अनुसार हमारा जीवन को हम चलाया जाता നമ്മുടെ है। മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ हमारा आगे की आत्मिक जीवन की यात्रा में ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനിടയായി തീരട്ടെ. और इसी गिरि प्रवचन की अंदरूनी बातों में गहरी बातों में उतरने के लिए परमेश्वर हमें मदद करे। ഈ 4 ഗ്രീ പ്രഭാഷണത്തിനകത്ത് 4 പ്രധാനപ്പെട്ട ഡോക്ട്രിൻ അടങ്ങിയിട്ടുണ്ട്. और इसी गिरि प्रवचन को पूरी तरह से हम पढ़े तो वहां पर 4 उपदेश हम देख सकता है। നാം വളരെ അഭിമാനിക്കുന്നവരാണ് ദൈവവചന പ്രകാരം ആ ഡോക്ട്രിനിൽ നാം ജീവിക്കുന്നവരാണെന്ന്. और हम उसके ऊपर गर्व करता है उसी नियम के अनुसार हम जी रहा है करके हम कोशिश भी करते हैं। നമ്മെ തന്നെ പരിശോധിക്കാനിടയായി തീരട്ടെ. और अपने आप को सुबह समय रखे। നമുക്ക് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുവാനും आइए हम उसी क्रूस के नीचे हम आइए നമുക്ക് ആ ക്രൂശിനെ ധ്യാനിക്കുവാനും ഇടയായി തീരണം. और हम हर दिन इसी क्रूस को मनन करने वाला हो। ഫർഗിവിംഗ് സ്പിരിറ്റോട് हे प्रभु मेरा जीवन में भी दूसरे से क्षमा करने का ഒരു പ്യൂരിറ്റി ഓഫ് ദ ഹാർട്ടില് और एक सच्चे मन के साथ प्योर पवित्र हृदय के साथ സമാധാനം ഉണ്ടാക്കുന്നവരായി और मेल कराने वाला होकर കർത്താവ് അനുഭവിച്ചതായിട്ടുള്ള ക്രൂശിലെ ആ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് और यीशु मसीह जो क्रूस पर सहन किया हुआ इसी क्लेश को भी हम मनन करके നമ്മുടെ ജീവിതയാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. हमारा जीवन यात्रा आगे बढ़ाने के लिए परमेश्वर हमें मदद ഈ करे। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इसी वचन के द्वारा परमेश्वर हम सबको आशीष करे। അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് ഒരു പ്രാവശ്യം ഇവിടെ അറിയിക്കുന്നു. और मुझे इस तरह से जो मौका दिया हुआ पदाधिकारियों से और एक बार मेरा आभार को व्यक्त करते हुए धन्यवाद को देकर मेरा बात को समाप्त करता हूं। Blessings to all. परमेश्वर आप सबको आशीष करे। കർത്താവിൻ്റെ ദാസനിലൂടെ ഒരു ദൈവമനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള നല്ല ഒരു ദൈവിക സന്ദേശം കർത്താവ് കേൾപ്പിച്ചല്ലോ. ഒന്ന്, ആ ദൈവമനുഷ്യൻ കരുണയുള്ളവനാകണമെന്നും, 2 ക്ഷമിക്കുന്നവനാകണമെന്നും, 3 സമാധാനമുണ്ടാക്കുന്നവനാകണമെന്നും ഇന്ന് പകൽ നമ്മളെ കേൾപ്പിച്ചല്ലോ. ഐശ്വര്യമായി ദൈവനെ ശുശ്രൂഷിച്ച ഡോക്ടർ വർഗീസ് ഫിലിപ്പ് അവറുകളോട് നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ കൺവെൻഷൻ കൊയർ ഗാനം ആലപിക്കുന്നതായിരിക്കും.
എന്റെ ഗീതം പോലെ നടത്തരുതേ, തിരുഗീതം പോലെ നയിക്കണമേ. എന്റെ ഗീതം പോലെ നടത്തരുതേ, തിരുഗീതം പോലെ നയിക്കണമേ. ജീവിത പദയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും, ജീവിത പദയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ ചേർന്ന് പടിയല്ലേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു ശക്തിയോടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മനഞ്ഞിടണമേ വാർത്തെടുക്കണേ, ഗീതം പോലെ ഏഴയാമേ. മനഞ്ഞിടണമേ വാർത്തെടുക്കണേ, ഗീതം പോലെ ഏഴയാമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു. കഷ്ടതയുടെ കൈപ്പുനീരിൻ ശക്തിയോടെ പണിയട്ടെ. അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന ഓ കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന ഓ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, എന്റെ ഹിതം കുമ്പിടുന്നു ഞാൻ. ഓ എന്റെ ഹിതം പോലെ സമർപ്പണത്തോടെ തിരുഗീതം പോലെ നയിച്ചത് പണിയട്ടെ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഗീതം പോലെ നയിക്കണമേ. ജീവിത പദയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളം. ഓ ജീവിത പദയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ
അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു. ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ ഹല്ലേലൂയ. നന്ദിയപ്പാ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ഓർത്തൊരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ നാമമഹത്വം എടുക്കട്ടെ. എനിക്കിങ്ങനെ ഒരവസരം ഒരുക്കി തന്ന നമ്മുടെ സഭയുടെ ആദരണീയനായ ജനറൽ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ ടി വത്സൻ എബ്രഹാം അവരുടെ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ ആശീർവാദം പറയാൻ പോവുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കോന്നി സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ സാം കുട്ടി ജോൺ അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം ഇപ്പോൾ ആശീർവാദം പറയും. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ 3-ാം ദിവസം പകൽ രാവിലെ സമയം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തി അങ്ങയുടെ മഹത്വമുള്ള വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന പ്രാപ്തിക്കായി സ്തോത്രം, വചന വെളിപ്പാടിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ആ കരുണ നിമിത്തം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ പദവികൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച കരുണയ്ക്ക് അനുസൃതമായി കരുണ കാട്ടേണ്ടടുത്ത് കരുണ കാട്ടിക്കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പരമാർത്ഥ ഹൃദയം ഉണർന്ന് ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് അന്ത്യം വരെ വിശ്വസ്തരായി ജീവിപ്പാനുള്ള ഒരു ദൈവീകമായ പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ദാസനിലൂടെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങയുടെ ശ്രേഷ്ഠകരമായ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുള്ളവരായി കർത്താവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുന്ന അവസരങ്ങൾ അങ്ങേ ഉയർത്തുന്ന നിമിത്തം ഞങ്ങൾക്കുണ്ടാകുന്ന സമസ്ത മേഖലയിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഉയരത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാവിലെ സമയം ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളുടെയും പരമാർത്ഥ ഹൃദയം ദൈവം ഉണർത്തണമേ. ആത്മാവിൽ ബലമുള്ളവരായി, വചനത്തിൽ ശക്തിയുള്ളവരായി, ജയകരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ഒരു കൺവെൻഷനും കൂടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ദൈവം തന്നല്ലോ. കഴിഞ്ഞ 1 നൂറ്റാണ്ടിലധികമായി ഈ പ്രസ്ഥാനത്തെ ദൈവം നിലനിർത്തിയല്ലോ. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്തിയെത്തുവാനിടയായി ല്ലോ. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം തരുന്ന അങ്ങയുടെ ദാസന്മാരെ വീണ്ടും ശക്തിയോടെ നിർത്തി അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. അനേകായിരങ്ങളുടെ മാനസാന്തരത്തിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിക്കണമേ. അങ്ങയുടെ വരവ് വിശ്വസ്തയോടെ അങ്ങേ ഏൽപ്പിച്ച ദൗത്യം ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യുവാൻ അങ്ങയുടെ ദാസന്മാരുടെ നേതൃത്വം ഒരനുഗ്രഹമായി മാറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദിനങ്ങൾ നടക്കുന്ന യോഗം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്തിനും അനുഗ്രഹമാകുവാൻ, ലോകത്തിനും അനുഗ്രഹമാകുവാൻ കർത്താവിടയാക്കണമേ. ഇന്ന് ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യാൻ ഞങ്ങളുടെ ദാസന് ദൈവം കൃപ നൽകിയല്ലോ. അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദാസന് കൃപ കൊടുത്തതോർത്ത് സ്തോത്രം. അത് പരിഭാഷപ്പെടുത്തി ഞങ്ങളുടെ ദാസനായി സ്തോത്രം. വേദിയിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം ഓർക്കുന്ന മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ ദൈവം കൃപ കൊടുത്ത ഞങ്ങളുടെ ദാസന്മാർ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ അനുഗ്രഹിക്കണേ. തുടർമാനമായി നടക്കുന്ന എല്ലാ സെഷനിലും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. യേശുവിൻ്റെ നാമം മാത്രം ഇവിടെ ഉയർത്തപ്പെടണമേ. യേശുവിൻ്റെ നാമം മാത്രം ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ നാമം ഇവിടെ ഉയർത്തപ്പെടട്ടെ. അത് നിമിത്തം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ
ഇടയാക്കണം. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് ഓരോ ദിവസവും വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും കാവലും നാം ഇവരോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കേൾക്കപ്പെട്ട ആലോചനയുടെ മേലും തുടർമാനമായി നടക്കുന്ന എല്ലാ യോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. एक खास सूचना है जो हिंदी भाषियों के लिए, आपके लिए आज 10 बजे से 12:30 बजे तक हमारा हिंदी का पहले सेक्शन लॉयल ऑडिटोरियम में, हिंदी में सिर्फ हिंदी है, मलयालम नहीं, इसलिए अनुरोध है आपसे सारे हिंदी भाषी लोग जो केरल की बाहर से आए हुए सभी लोग उसी मीटिंग में शामिल किया जाए. दया करके आपकी मित्रों से, आपकी जो दोस्तों से कहिए उस मीटिंग के बारे में, जरूर उसी मीटिंग में आप हाजिर रहना. वहाँ पर अनुग्रहीत प्रभु का भक्त लोग, उत्तर भारत की सबसे मशहूर सेवकगण वहाँ पर सेवा किया जाएगा, इसलिए उसी मीटिंग को चुकाना नहीं, उसी मीटिंग में जाइए. थैंक यू.